Hi friends, welcome to Commerce Bites. I hope you people are all doing well. എനിക്കറിയാം നിങ്ങളെല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ മുന്നിലാകെ ഒരു 3 ഡേയ്സേ ഉള്ളൂ. What will we do എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടാവും. നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ ഇത്രയും പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ പഠിച്ച ആ ഒരു നോളജ്, ആ ഒരു എഡ്യൂക്കേഷൻ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. ആൻഡ് ഗിവ് യുവർ എക്സാം. നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ കൊടുക്കുക. ആൻഡ് let's see what will be the result എന്ന്. Okay, so let's move to our session of today's. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2020 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് നമ്മളോട് കുറച്ച് സ്റ്റുഡൻസ് ചോദിച്ചാൽ കുറച്ച് ഡൗട്ട് ക്ലിയറിങ്ങും കൂടിയുണ്ട്. ഓക്കെ, so first question idana, 3 fair coins are tossed simultaneously. What is the probability that at least one head is obtained? അതായത് ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര ടെൻഷനും ഭയങ്കര ആകെ ഒരു ദേഷ്യം തോന്നുന്ന ഒരു ഏരിയയാണ് ഈ ഒരു പ്രോബബിലിറ്റി. അതുപോലെ കോയിൻസ്, ബോൾസ്, അതിൻ്റെയൊക്കെ പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ്. എൻ്റെ ഈ ഒരു മാർക്ക് പോയി എന്നുള്ളത്. സോ നിങ്ങളൊന്നുകൊണ്ടും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ട്രിക്ക് പറഞ്ഞു തരാം. അതായത് ഇപ്പോൾ കോയിൻസിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക എത്ര കോയിൻസിൻ്റെ കാര്യമാണ് ഇവിടെ ഇവർ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് 3 ഫെയർ കോയിൻസ് ടോസ് ചെയ്ത കാര്യമാണ്. 3 ഫെയർ കോയിൻസ് ടോസ് ചെയ്യുമ്പോൾ എന്താണ് അവരുടെ സാമ്പിൾ സ്പേസ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അവരുടെ പ്രോബബിലിറ്റിയുടെ ഒക്കറൻസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സാമ്പിൾ സ്പേസ് വരുമ്പോൾ 3 ഹെഡ് വീഴാം, അല്ലെങ്കിൽ 2 ഹെഡും 1 ടെയിലും വീഴാം. ആദ്യം ഒരു ഹെഡ്, പിന്നെ ഒരു ടെയില്, പിന്നെ ഒരു ഹെഡ്, അങ്ങനെ വീഴാം. അല്ലെങ്കിൽ ആദ്യം ടെയില്, പിന്നെ 2 ഹെഡ്, പിന്നെ ആദ്യം ഹെഡ് വീണിട്ട് 2 ടെയില് വീഴാം. അല്ലെങ്കിൽ ടെയില് വീണിട്ട് ഹെഡ് വീണു, പിന്നെ ടെയില് വീഴുന്നു, പിന്നെ ടെയില്, പിന്നെ ഹെഡ്, ആൻഡ് അറ്റ് ലാസ്റ്റ് ചിലപ്പോൾ ടെയില്, അങ്ങനെ അതും വരാം. സോ ഇതൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത്. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നെനിക്കറിയാം. കാരണം ഒരു കോയിൻ നമുക്കറിയാം, ഒരു കോയിനിൽ ഹെഡും ഉണ്ടാവും, ടെയിലും ഉണ്ടാവും. അത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒക്കറൻസ് മാറി വരുന്ന ആ ഒരു ഒക്കറൻസ് നിങ്ങൾക്ക് എഴുതാൻ വളരെയധികം സുഖമാണ്. അത് തന്നെയാണ് ഞാനിവിടെ സാമ്പിൾ സ്പേസിൽ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ് ഇസ് ഒബ്റ്റെയിൻഡ്. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഹെഡെങ്കിലും ഉള്ള എത്ര ഔട്ട്കംസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഇവിടെ നോക്കിയേ. ആദ്യം HHH, പിന്നെ HHT, പിന്നെ HTH, പിന്നെ THH, ദെൻ HTT, പിന്നെ THT, ദെൻ TTH. ഇപ്പോൾ നോക്കിയേ, നമുക്ക് ടോട്ടൽ 8 ഔട്ട്കംസിൽ 7 ഔട്ട്കംസിലും നമുക്ക് H ഉണ്ട് അല്ലേ, ഹെഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആൻസറിലേക്ക് എത്തുന്നു. അറ്റ്ലീസ്റ്റ് 1 ഹെഡ് ഗെറ്റിംഗ് എന്നാണെങ്കിൽ 7/8 ആണ് അതിൻ്റെ പെർട്ടിക്കുലർ ആൻസർ. സിമ്പിൾ റൈറ്റ് നൗ അല്ലേ? ഇത്രേ ഉള്ളൂ കാര്യം. കോയിൻ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ടെൻഷൻ അടിക്കല്ലാതെ അത് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് ആലോചിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രോബബിലിറ്റിയുടെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യനാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ബോക്സിൽ 2 വൈറ്റ് ബോൾ ഉണ്ട്, പിന്നെ 3 ബ്ലൂ ബോൾ ഉണ്ട്, പിന്നെ 5 ഗ്രീൻ ബോൾ ഉണ്ട്. അങ്ങനെ ആകെ മൊത്തം നമ്മളുടെ കയ്യിൽ എത്ര ബോൾസ് ഉണ്ട്? 10 ബോൾ ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3 ബോൾസ് ആർ ഡ്രോൺ ഇൻ സക്സഷൻ വിത്ത് റീപ്ലേസ്മെൻറ്റ്. ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഉള്ളിൽ മറ്റൊരു ടെൻഷൻ വരുന്നത്, ദൈവം എന്താണാവോ ഇനി സക്സഷൻ അതുപോലെ തന്നെ റീപ്ലേസ്മെൻറ്റ്. സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞ് എന്നുള്ളൊരു മീനിങ് ആണ് സക്സഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് അവർ ഇപ്പോൾ 2 ബോൾസ് എടുത്തിട്ട് അതിൽ തന്നെ റീപ്ലേസ് ചെയ്യുന്നു, അതിൽ തന്നെ തിരിച്ചിടുന്നു എന്നാണ് റീപ്ലേസ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെ എളുപ്പമായിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, ദ പ്രോബബിലിറ്റി ദാറ്റ് ഓൾ ടൈം the ball so drawn as a green one, ഗ്രീൻ കളറുള്ള ബോളാണ് വരുന്നതെങ്കിൽ what will be the probability എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ആൻസർ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. അതായത് ഗ്രീൻ ബോൾ ഇവിടെ ടോട്ടൽ എത്ര ഉണ്ട്? 5 ഉണ്ട്. അപ്പോൾ 5/10 എന്ന് പറയുന്നത് എത്ര? 1/2. ദാറ്റ് വിൽ ബി ദ ആൻസർ. കാരണം റീപ്ലേസ്മെൻറ്റോട് കൂടിയുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ തന്നെ ഗ്രീൻ എന്നാണ് നമ്മളോട് കളർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ എത്രയാണ് ടോട്ടൽ നമ്പർ? 10. അപ്പോൾ 5/10 അത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1/2 കിട്ടും. സിമ്പിൾ അല്ലേ?
ഞാൻ പ്രിപ്പയർ ചെയ്ത് തൊട്ട് മുന്നേ പ്രിപ്പയർ ചെയ്ത ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ 3 ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻ ഉറപ്പിക്കാം എന്നുള്ളത് 3 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടിരിക്കണം. കാരണം അതിൽ ഞാൻ കുറേ അധികം ഫോർമുലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആ ഒരു വീഡിയോയിലെ ഫോർമുലാസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അരച്ച് കുടിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയി തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിനുള്ള റീസണും ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് സെയിൽസ് 4 lakh, ഫിക്സഡ് കോസ്റ്റ് 1,20,000, PV റേഷ്യോ 40%. അപ്പോൾ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഐ നോ if you have seen that video you will be definitely gonna answer this particular question. ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രോഫിറ്റിൻ്റെ ഫോർമുല എന്താണ്, സെയിൽസ് ഇൻറ്റു PV റേഷ്യോ മൈനസ് ഫിക്സഡ് കോസ്റ്റ് എന്നുള്ളതാണ്. സെയിൽസ് ഇവിടെ തന്നിട്ടുള്ളത് എത്രയാണ്, 4 lakh. അപ്പോൾ 4 lakh ഇൻറ്റു 40% ചെയ്യുമ്പോൾ നമുക്ക് 1,60,000 കിട്ടും. ആ 1,60,000 നിന്ന് മൈനസ് നമ്മളുടെ ഫിക്സഡ് കോസ്റ്റ്, അതായത് 1,20,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് എത്ര കിട്ടുന്നത്, 40,000. ആൻഡ് ദാറ്റ് ഈസ് ദ ആൻസർ. വെരി സിമ്പിൾ. ആ ഫോർമുല ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഡയറക്റ്റായിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ആൻസറിലേക്ക് പോവാം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കാണണം. 3 മാർക്സ് ഉറപ്പിക്കാമെന്ന് പറഞ്ഞാണ് ഞാൻ ആ വീഡിയോൻ്റെ ഹെഡ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടിരിക്കണം. കാരണം എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും കേരള സെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റണം എന്ന് എനിക്ക് ഒരു നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾക്ക് ഇവിടെ തന്നിരിക്കുന്നത് പ്രോഫിറ്റ് 60,000 ആണ് തന്നിട്ടുണ്ട്, PV റേഷ്യോ 20% ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മാർജിൻ ഓഫ് സേഫ്റ്റി. മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ ഫോർമുല ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതായത് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. 60,000 ഡിവൈഡഡ് ബൈ 20% എന്ന് പറയുമ്പോൾ ആൻസർ എത്ര നമുക്ക് കിട്ടുന്നത്, 3 lakh. ജസ്റ്റ് 60,000 ഡിവൈഡഡ് ബൈ 20% എന്ന് ആദ്യം എഴുതുക. എന്നിട്ട് 60,000 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 100 വരും. ആ 20%ൻ്റെ ആ പേഴ്സൻ്റ് ഇല്ലേ, പേഴ്സൻ്റ് എന്ന് പറഞ്ഞാൽ 100 ആണല്ലോ, 20 ഡിവൈഡ് ബൈ 100. അപ്പോൾ ആ 100 ഡിവൈഡ് ആയതുകൊണ്ട് തന്നെ അത് മുകളിലേക്ക് വരുമ്പോൾ അത് മൾട്ടിപ്ലൈ ആവും. അങ്ങനെ നമുക്ക് 60,000 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 100 വരുമ്പോൾ 3 lakh വരും. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഗീവ്സ്. ആ നേരിട്ട് ഉള്ള ഫോർമുല ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആ ഫോർമുല തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചേഞ്ച് ഇൻ പ്രോഫിറ്റും ചേഞ്ച് ഇൻ സെയിൽസും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്താണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്, ഡെഫിനറ്റ്ലി യെസ്, ദാറ്റ് ഈസ് PV റേഷ്യോ. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി പറയാൻ പോകുന്നത് റോവൻ പ്ലാനിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നിങ്ങളോട് പറയാം, റോവൻ പ്രീമിയം പ്ലാൻ അല്ലെങ്കിൽ ഹാൽസെ പ്രീമിയം ബോണസ് പ്ലാൻ, അതിലെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് വന്നിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫോർമുല പഠിച്ചിരിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. റോവൻ പ്ലാനിൻ്റെ ഫോർമുല എന്ന് പറയുമ്പോൾ അതിൻ്റെ ടോട്ടൽ വേജ് കണ്ടുപിടിക്കേണ്ടത് ടൈം ടേക്കൺ ഇൻറ്റു അവർലി റേറ്റ് പ്ലസ് ബോണസ് എന്നുള്ളതാണ്. ആ ബോണസ് ഇല്ലേ, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം സേവ്ഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ടൈം ഇൻറ്റു ടൈം ടേക്കൺ ഇൻറ്റു അവർലി റേറ്റ് എന്നുള്ളതാണ് അതിൻ്റെ ഫോർമുല. ഇനി നമ്മൾക്ക് ഈ ഒരു ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യാം നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ഡേറ്റ അല്ലേ. നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് അലൗ ചെയ്തിരിക്കുന്ന ടൈം 40 മണിക്കൂർ, നമ്മൾ ടൈം ടേക്ക് ചെയ്തിരിക്കുന്നതോ 30 മണിക്കൂർ. ഇനി വേജ് റേറ്റ് എന്ന് പറയുന്നത് പെർ അവർ പറഞ്ഞിരിക്കുന്നത് ₹10 ആണ്. ഓക്കെ, സോ ഇത് നമ്മൾ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ബോണസിൻ്റെ ഫോർമുല വേണം നിങ്ങൾ ആദ്യം വർക്കൗട്ട് ചെയ്യാൻ. ഓക്കെ, സോ ബോണസിൻ്റെ ഫോർമുലയിലേക്ക് നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ ടൈം സേവ്ഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്റ്റുഡൻസിന് ഡൗട്ടാവും, ഇതിലിപ്പോൾ ടൈം സേവ്ഡ് നമുക്ക് തന്നിട്ടില്ലല്ലോ, ടൈം അലൗഡും ടൈം ടേക്കണും അല്ലേ തന്നിട്ടുള്ളൂ എന്നുള്ളത്. ജസ്റ്റ് യൂസ് കോമൺ സെൻസ്. ടൈം സേവ്ഡ് എന്ന് പറയുന്നത് നമ്മൾക്ക് തന്നിരിക്കുന്ന ടൈമിൽ, ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് 40 മണിക്കൂർ. ആ 40 മണിക്കൂറിൽ നമ്മൾ എത്ര മണിക്കൂറാണ് വർക്ക് ചെയ്തിട്ടുള്ളത്, 30 hours. അപ്പോൾ അവിടെ സേവ് ചെയ്തത് എത്ര മണിക്കൂറാണ്, 10 hours. അതാണ് ഈ ടൈം സേവ്ഡ്. ഓക്കെ, സോ 10 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ടൈം. സ്റ്റാൻഡേർഡ് ടൈം എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്, 40 മണിക്കൂർ അല്ലേ. സോ 40 ഇൻറ്റു ടൈം ടേക്കൺ എത്രയാണ്, 30 hours ഇൻറ്റു വേജ്. ആർലി റേറ്റ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്, ₹10. സോ ഇൻറ്റു 10
അങ്ങനെ ടോട്ടൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? ഇവിടെ ബോണസ് ഇൻ ടോട്ടൽ വരുന്നത്, അതായത് 10 ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു 30 ഇൻറ്റു 10 നമുക്ക് വരുന്നത് 75 ആണ്. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിന് ഇവിടെ പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത് അവർ താഴെയുള്ള ആ ഒരു 40 മൈൻഡ് ആക്കില്ല, അവരത് വിട്ടുപോകും, അവരാകെ മൾട്ടിപ്ലൈ മാത്രം ചെയ്യും, ഡിവൈഡ് അവർ ചെയ്യില്ല. യു പീപ്പിൾ ഷുഡ് ബി കെയർ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കാൽക്കുലേഷൻ. ആൻഡ് ഓൾസോ പിന്നെ കുട്ടികൾക്ക് വരുന്നത് അവർക്ക് ഈ ഒരു ഫോർമുലയില്ലേ അത് ഉൾട്ടയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പോവും. അതോടുകൂടി നമ്മളുടെ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റിൻ്റെ ആൻസർ പോവും, മാർക്ക് പോവും. അതുകൊണ്ട് തന്നെ എന്നെ ഫോളോ ചെയ്യുന്ന എൻ്റെ എല്ലാ സ്റ്റുഡൻസിനും ഈ ഒരു ഫോർമുല, ഇത് റുവൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ ഹാൽസയുടെ പ്രീമിയം പ്ലാൻ ആണെങ്കിലും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും ചോദിച്ചിരിക്കും. ഓക്കെ, സോ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള കാൽക്കുലേഷൻ, അതായത് ഇപ്പോൾ ടൈം ടേക്കൺ ഇൻറ്റു അവർലി റേറ്റ് പ്ലസ് ബോണസ് എന്ന് പറയുമ്പോൾ ടൈം ടേക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ 30 ആണ്. 30 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 300 ആയി, പ്ലസ് ബോണസ് 75 എന്ന് പറയുമ്പോൾ 375 ആയി. And the correct option will be option C, that is 375. Okay, so that's it. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ EOQനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. EOQൻ്റെ ഈ സെയിം ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്തതാണ്. അതിൻ്റെ ഫോർമുല വരുന്നത് √2AO ഡിവൈഡഡ് ബൈ C എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എനിക്കിവിടെ റൂട്ട് ഇടാൻ പറ്റില്ല, സോറി ഫോർ ദാറ്റ്. ആൻഡ് നമ്മളിപ്പോൾ ആൻസർ എഴുതുമ്പോൾ 2 ഇൻറ്റു നമ്മൾക്കിവിടെ തന്നിരിക്കുന്ന ആനുവൽ ഡിമാൻഡ് 500 യൂണിറ്റ്സ് ആണ്, അത് ഇൻറ്റു നമ്മളുടെ ഓർഡർ 40 ആണ്, ഡിവൈഡഡ് ബൈ നമ്മളുടെ ക്യാരിങ് കോസ്റ്റ് എത്രയാണ് 4. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? സോ നമ്മുടെ ആൻസർ വരുമ്പോൾ 100 യൂണിറ്റ്സ് ആണ് നമ്മളുടെ ആൻസർ. ഓക്കെ, സോ ഐ ഹോപ്പ് ദീസ് ക്വസ്റ്റ്യൻസ് ആർ ഓൾ ക്ലിയർ ടു യു. ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് പെർട്ടിക്കുലർ സീരീസ്. ക്വസ്റ്റ്യൻ ഇതാണ്. ഓപ്പണിംഗ് ഡെറ്റേഴ്സ് തന്നിട്ടുണ്ട് 35,000, ക്ലോസിംഗ് ഡെറ്റേഴ്സ് തന്നിട്ടുണ്ട് 42,000, ബാഡ് ഡെറ്റ്സ് തന്നിട്ടുണ്ട് 6,000, കളക്ഷൻ ഫ്രം ഡെറ്റ്സ് തന്നിട്ടുണ്ട് 5,10,000, ബിൽസ് റിസീവബിൾ ഒബ്റ്റെയിൻ ഫ്രം ഡെറ്റേഴ്സ് തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 28,000. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ക്രെഡിറ്റ് സെയിൽസ് ഫോർ ദ പീരീഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ആദ്യം നമുക്ക് എല്ലാം അക്കൗണ്ടിലേക്ക് പ്ലേസ് ചെയ്യാം അല്ലേ. ഓപ്പൺ ഡെറ്റേഴ്സ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ പ്ലേസ് ചെയ്തു 35,000. ക്ലോസിംഗ് ഡെറ്റേഴ്സ് നമ്മൾ 42,000 എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്തു. ബാഡ് ഡെറ്റ്സ് 6,000. ക്യാഷ് കളക്റ്റഡ് ഫ്രം ഡെറ്റ്സ് ഉള്ളത് നമ്മൾ 5,10,000. ദെൻ ബിൽസ് റിസീവബിൾ 28,000. സോ ഇൻ ടോട്ടൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 5,86,000 കിട്ടും. ആ 5,86,000 എന്ന് നമ്മൾ 35,000 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5,51,000. അതാണ് നമ്മളുടെ ക്രെഡിറ്റ് സെയിൽസ്. ഓക്കെ, ഐ ഹോപ്പ് യു പീപ്പിൾ ഹാവ് ഗോട്ട് ദ better idea of this question. Okay, so with this note we are concluding right now. Let's see in the next video. Till then, work hard and study well. That's it for now. Thank you.